സൂരജ്, നമ്മൾ ഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റിന് വേണ്ടി ആഗ്രഹിച്ച് വരുന്ന ആളുകൾക്ക് നമ്മൾ കോമൺ ആയിട്ട് പ്രിസ്ക്രൈബ് ചെയ്യുന്ന ഒരു ടെസ്റ്റ് ആണല്ലോ ട്യൂബ് ടെസ്റ്റ്. ഇന്ന് അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്താലോ? ഓക്കെ, നമുക്ക് ട്യൂബ് ടെസ്റ്റിനെ കുറിച്ച് തന്നെ സംസാരിക്കാം. ട്യൂബ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സയൻറ്റിഫിക് ആയിട്ടുള്ള പേര് ഹിസ്റ്റോസാൽപിഞ്ചോഗ്രാം എന്നാണ്. ഇത് നമ്മൾ സാധാരണ ചെയ്യുന്നത് സ്ത്രീ വന്ധ്യതയുടെ ഒരു റീസൺ എന്ന് പറയുന്നത് തന്നെ ട്യൂബിനുണ്ടാകുന്ന ബ്ലോക്കാണ്, ട്യൂബിനുണ്ടാകുന്ന തടസ്സം. അത് പല കാരണങ്ങൾ കൊണ്ട് ട്യൂബിന് തടസ്സം വരാം. ചിലപ്പോൾ ഇൻഫെക്ഷൻ കൊണ്ട് വരാം, ചിലപ്പോൾ നേരത്തെ എന്തെങ്കിലും സർജറി ചെയ്തിട്ടുണ്ടെങ്കിൽ വരാം. അപ്പോൾ പല കാരണം കൊണ്ട് ട്യൂബിന് ബ്ലോക്ക് വരാം. അപ്പോൾ നമ്മൾ ആദ്യം ഇനീഷ്യലി 2-3 സൈക്കിൾ ട്രീറ്റ്മെൻറ്റ് കൊടുത്തിട്ട് പ്രഗ്നൻസി ആകുന്നില്ലെങ്കിൽ അവർക്ക് നമ്മൾ സജസ്റ്റ് ചെയ്യുന്ന ടെസ്റ്റാണ് ട്യൂബ് ടെസ്റ്റ് അല്ലെങ്കിൽ ഹിസ്റ്റോസാൽപിഞ്ചോഗ്രാഫി. ഇത് സാധാരണ രീതിയിൽ നമ്മൾ 8ാമത്തെ ദിവസം, മെൻസസിൻ്റെ 8ാമത്തെ ദിവസമാണ് സാധാരണ ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു തിയേറ്ററിൽ കയറ്റിയിട്ട് ഒരു ഡൈ ഉണ്ട്, ഒരു മരുന്നുണ്ട്. ആ മരുന്ന് നമ്മൾ അണ്ടർ ലോക്കൽ അനസ്തീഷ്യ, അതായത് ലോക്കൽ അനസ്തീഷ്യ കൊടുത്തിട്ട് നമ്മൾ ഈ മരുന്ന് ഇട്ട് നോക്കുകയും നമ്മൾ അതിന് ശേഷം ഒരു എക്സ്റേ എടുത്ത് നോക്കുകയും ചെയ്യുന്നത്. ഈ എക്സ്റേയിൽ നമുക്ക് അറിയാൻ പറ്റും ട്യൂബിന് ബ്ലോക്ക് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. ട്യൂബിന് ബ്ലോക്ക് ഉണ്ടെങ്കിൽ, ചെറിയ ബ്ലോക്കാണെങ്കിൽ ഇതൊരു വാഷ് പോലെ തന്നെ ആക്ട് ചെയ്യും. അതായത് ഒരു വാഷ് പോലെ ആക്ട് ചെയ്ത് ചെറിയ ട്യൂബൽ ബ്ലോക്ക് ആണെങ്കിൽ അത് റിമൂവ് ചെയ്യും. അത് ഇത് ചെയ്യുന്നതോടെ തന്നെ റിമൂവ് ആകും. ഇനി കട്ടിയുള്ള ബ്ലോക്കാണ്, അത് ബ്ലോക്ക് മാറുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ രീതിയിൽ ലാപ്രോസ്കോപ്പിക്കോ അല്ലെങ്കിൽ ഹിസ്റ്റോസ്കോപ്പി തുടങ്ങിയ സർജറികളിലൂടെ അത് നീക്കം ചെയ്യേണ്ടി വരും. അപ്പോൾ സാധാരണ നമ്മൾ ട്യൂബ് ടെസ്റ്റ് കഴിഞ്ഞതിന് ശേഷം ഒരു 2-3 മാസം ബ്ലോക്ക് ഇല്ലെങ്കിൽ പേഷ്യൻസിനോട് നാച്ചുറലി കൺസീവ് ചെയ്യാൻ നോക്കാൻ പറയാറുണ്ട്. ഈ ട്യൂബ് ടെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ വേറെ എന്തെങ്കിലും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ടോ? ട്യൂബ് ടെസ്റ്റ് കഴിഞ്ഞതിന് ശേഷം ചെറിയൊരു ബ്ലീഡിങ് കാണും, ചെറിയൊരു വേദന കാണും. അപ്പോൾ വേദനയ്ക്ക് നമ്മൾ ഒരു പെയിൻ കില്ലർ, ചെറിയ ഡോസിലുള്ള പെയിൻ കില്ലർ കൊടുക്കാറുണ്ട്. അപ്പോൾ അത് മാത്രം. അപ്പോൾ ഇതൊരു മേജർ പ്രൊസീജിയർ അല്ല, ഇതൊരു ചെറിയൊരു പ്രൊസീജിയറാണ്. ബേസിക് ഇവാലുവേഷൻ എന്നുള്ള രീതിയിൽ മാത്രമേ ഇത് വരുന്നുള്ളൂ. പക്ഷേ നമുക്ക് ഇതുകൊണ്ട് ചില കേസുകളിൽ വലിയ പ്രോബ്ലംസ് റിസോൾവ് ചെയ്യാൻ പറ്റുകയും ചെയ്യും അല്ലേ? നമ്മുടെ തന്നെ എത്ര പേഷ്യൻസ് HSC ചെയ്തതിന് ശേഷം മാത്രം പോസിറ്റീവ് ആയിട്ടുണ്ട്. ഇമ്മീഡിയറ്റ്ലി നെക്സ്റ്റ് സൈക്കിൾ തന്നെ അല്ലെങ്കിൽ ഒരു നെക്സ്റ്റ് 2 സൈക്കിളിൽ തന്നെ കൺസീവ് ചെയ്തിട്ടുണ്ട്. പലപ്പോഴും HSC ഒരു ടെസ്റ്റ് മാത്രമായിട്ടല്ല, ഒരു ട്രീറ്റ്മെൻ്റ് ആയിട്ട് പോലും ആക്ട് ചെയ്ത് കണ്ടിട്ടുണ്ട്. കാരണം നമ്മുടെ തന്നെ പല പേഷ്യൻസും HSC ചെയ്തതിന് ശേഷം ഇമ്മീഡിയറ്റ്ലി തന്നെ പോസിറ്റീവ് ആയിട്ടുണ്ട്, അടുത്ത സൈക്കിളിൽ തന്നെ പോസിറ്റീവായി വന്നിട്ടുമുണ്ട്.